മോർണിംഗ് ഗൈസ്. അപ്പോൾ ഗുഡ് മോർണിംഗ് എന്നല്ല പറയാൻ പറ്റും. 11 മണിയായി. ഇനിക്കുമ്പോഴത്തേക്ക് 11 മണിയായിക്ക്. ഇന്ന് ആകെ കിട്ടുന്നൊരു സൺഡേ അല്ലേ ഉറങ്ങാൻ. അത് ഞാൻ മാക്സിമം യൂസ് ചെയ്ത് ഉറങ്ങാൻ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം ഡേ ഇൻ മൈ ലൈഫായിട്ട് അങ്ങനെ ഞാൻ ഡീപ്പായിട്ട് എല്ലാം രാവിലെ തൊട്ട് അങ്ങനെ ഞാൻ എടുക്കുന്നില്ല. ഇപ്പോൾ ഫ്രഷ് ബ്രഷെല്ലാം ചെയ്തിട്ട് വന്നിട്ട് ഇരിക്കുന്നതാണ്. ഞാനതൊന്നും എടുത്തിട്ടില്ല. നമുക്ക് എന്താ പറയുന്നത്, ഞാൻ എൻ്റെ ഒരു ദിവസത്തെ എന്തെല്ലാം ഞാൻ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അങ്ങനെ കാരണം ഡേ ഇൻ മൈ ലൈഫ് ഞാൻ ഓൾറെഡി ഇട്ടതാണല്ലോ. അപ്പോൾ ഇന്ന് പുറത്തെല്ലാം പോകുന്നുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. പുറത്ത് പോകുന്നുണ്ടോയെന്ന് അറിയില്ല. എന്തായാലും നമ്മൾ സൺഡേ ഒന്ന് പുറത്ത് പോകേണ്ട അങ്ങനെ നിൽക്കലില്ല. എല്ലാ സൺഡേയും നമ്മൾ എവിടെയില്ലെങ്കിൽ പോകും. അപ്പോൾ എൻ്റെ സൺഡേ വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഡെയിലി ഉണ്ടാവും. ഞാൻ സൺഡേ ഡെയിലി ഇടാമെന്ന് വിചാരിച്ചു. ഒരു ഡെയിലി വ്ളോഗ്, സൺഡേ ഒരു ഡെയിലി വ്ളോഗ് ആയിട്ട് ഇടാം. നിങ്ങൾക്ക് ലോങ് വീഡിയോ ഇടാൻ ഈ സൺഡേ സമയം കിട്ടുള്ളൂ. അപ്പോൾ സൺഡേ ഡെയിലി വ്ളോഗ് ഉണ്ടായിരിക്കുന്നതാണ്. നല്ലൊരു ഡെയിലി ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യും. അപ്പോൾ ഇനി എനിക്കിപ്പോൾ ചായ കുടിക്കണം, ബ്രേക്ക്ഫാസ്റ്റ് അത് കഴിക്കണം, അതന്നെ, വേറൊന്നുമില്ല. അപ്പോൾ നമുക്ക് പോയിട്ട് ചായ കുടിക്കാം. അതിന് മുന്നേ എല്ലാവർക്കും വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാം. അപ്പം വീഡിയോയിലേക്ക് പോവാം. ഈ അപ്പം കുറച്ച് കൂടുതലല്ലേ, വല്ലാണ്ട് അപ്പം എന്ന് പറയുന്നുണ്ടല്ലേ, അത് ശരിയാവും. അതിങ്ങനെ ഇടയിൽ കയറി വന്നു പോകുന്നതാണ്. പറയുന്ന സമയത്ത് ഇങ്ങനെ ഇടയിൽ വന്നു പോകുന്നതാണ്. ഞാൻ കുറേ ആൾക്ക് ആ ഒരു പ്രശ്നം കണ്ടിക്ക്, കുറേ യൂട്യൂബേഴ്സിനെല്ലാം ആ പ്രശ്നം കണ്ടിക്ക്. അന്നേരം അവരെല്ലാം ഇങ്ങനെ ഓരോരുത്തർ പോയിട്ട് കളിയാക്കി എന്തെങ്കിലും കമൻറ്റ്സ് എല്ലാം ഇടുന്ന കണ്ടിക്ക്. അതിങ്ങനെ നമ്മൾ പറയുന്ന ആളെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നു പോകും. അത് കുറച്ച് കഴിഞ്ഞാൽ അതങ്ങ് ശരിയായിക്കോളും. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം, ചായ കുടിക്കുക, ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അങ്ങനെ ഞാൻ കിച്ചണിലേക്ക് വന്ന് നോക്കുന്ന സമയത്ത് ഇവിടെ ഒരാൾ ഭയങ്കര പണിയിൽ നോക്കുമ്പോൾ ദോശക്കില്ലേ അതിന് അരക്കുന്നേനു, അരി അരക്കണ്ടിയിട്ട് അരി ഇങ്ങനെ കഴുകി എടുക്കുന്നേനു. പിന്നെ തൊട്ടടുത്ത് തന്നെ മീനും എടുത്ത് വെച്ചിട്ടുണ്ടായി. മത്തി മീനേനൊന്നും തോന്നുന്നു കറി വെക്കണ്ടിയിട്ട്. അങ്ങനെ ഞാൻ അതിൻ്റെ സൈഡിൽ കൂടി ചായ ഉണ്ടാക്കിയിട്ട് ഞാൻ ചായ എടുത്തിട്ട് ഉള്ളിലേക്ക് ചായ ഉണ്ടാക്കിയിട്ട് വന്നു. ഇനി ചായ കുടിക്കണം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉമ്മ ഉണ്ടാക്കി കൊണ്ടുണ്ട്. ഉമ്മ എണീക്കാനെല്ലാം ലേറ്റായിപ്പോയി. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉമ്മ ഇപ്പോഴാണ് ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ പിന്നെ അങ്ങനെ തന്നെയാണ്. രാവിലെ കഴിക്കേണ്ട ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ 12 മണിക്ക് കഴിക്കും. ഉച്ചയ്ക്ക് കഴിക്കേണ്ട ചോറ് നമ്മൾ ഒരു 4 മണിക്കെല്ലാം കഴിക്കും. പിന്നെ രാത്രിയത്തെ ഫുഡ് നമ്മളൊരു 11 മണി അങ്ങനെ കഴിക്കും. ഇങ്ങനെയാണ് ഒരു കാൽക്കുലേഷൻ, ഒരു ഇതൊന്നും ഇല്ലാത്തൊരു ലൈഫ്, ഇങ്ങനെ അങ്ങ് പോകും. അപ്പം അങ്ങനെ അപ്പോൾ വല്ലാത്തൊരു അപ്പം തന്നെ അല്ലേ, എല്ലാത്തിലും ഈ അപ്പം കയറി വരുന്നത്. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് ഇനി എന്താ പണി? ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഫോണിൽ ചാർജ് കുത്തിയിട്ടാണുള്ളത്. കാണിച്ചു തരാം. അതുകൊണ്ടാണ് ചാർജ് കുത്തിയിട്ടാണല്ലോ, ചാർജ് ഇല്ല ഇതിൽ. അതുകൊണ്ട് ഫോൺ ചാർജ് ആവട്ടെ. എന്നിട്ട് ബെഡ് ഇതെല്ലാം മടക്കി ഒന്ന് ക്ലീനിങ് പരിപാടി ഉണ്ട്, അതിലൊന്ന്. അങ്ങനെ ഞാൻ എൻ്റെ ക്ലീനിങ് പരിപാടി സ്റ്റാർട്ട് ചെയ്തത് ആദ്യം തന്നെ എൻ്റെ ബെഡിലാണ് ഞാൻ തുടക്കം ഇട്ടത്. കാരണം എൻ്റെ ബെഡ്ഷീറ്റ് മാറ്റിയിട്ട് കുറേ ദിവസമായി. അതുകൊണ്ട് ഞാൻ ബെഡ്ഷീറ്റെല്ലാം മാറ്റി നല്ല സെറ്റപ്പ് ആക്കി വെച്ച്. പിന്നെ ഞാൻ ആറിട തിരുമ്പിയിട്ട് വെച്ചിട്ടുണ്ടായി. അത് ആറിടേണ്ടിയിട്ട് പോയി ഞാൻ ആറിട്ടിട്ട് വയസ്സ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഉമ്മ ഇങ്ങനെ ഉള്ളിൽ നിന്ന് വിളിക്കുന്നുണ്ടായി. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാൻ ചെല്ലണ്ടിട്ട് ഇങ്ങനെ വിളിക്കുന്നുണ്ടായി. അപ്പോൾ നോക്കുന്ന സമയത്ത് നല്ല മുളകിട്ട നല്ല മാങ്ങ ഇട്ട നല്ല മത്തിക്കറിയും പിന്നെ നല്ല ദോശയും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഞാൻ അടിച്ചു വരണ്ടിയിട്ട് പോയി. നിങ്ങളിപ്പോൾ ഒരാൾ ഓടിപ്പോകുന്ന കണ്ടിക്കില്ല. അത് പോയത് എന്തിനാണെന്ന് വെച്ചാൽ എൻ്റെ ചൂല് പിടിക്കേണ്ടിയിട്ട് പോകുന്നതാണ് നിങ്ങൾ കണ്ടത്. ഇപ്പോൾ അത് അങ്ങനത്തെ കളിയാണ് കളിക്കുക എന്നോട്. പിന്നെ അടിച്ചു വരുന്നതിൻ്റെ ഇടയിൽ എനിക്ക് ഓർമ്മ വന്നത് പൊടി മുട്ടിയിട്ടില്ലല്ലോ. എന്നിട്ട് അങ്ങനെ പൊടി മുട്ടാൻ എൻ്റെ സഹായിയായിട്ട് എൻ്റെ അനിയനും കൂടി ഉണ്ടേനും കൂടെ ഞാൻ ഫാനെല്ലാം മുട്ടുമ്പോഴത്തേക്ക് ഓൻ അതെല്ലാം മുട്ടി. അതല്ലെങ്കിൽ ഞാൻ ഈ പണിയെടുക്കുന്നതെല്ലാം ഒരു നല്ലൊരു മ്യൂസിക്കിൽ പോയിട്ട് കണ്ടിട്ട് പണികളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ മൊപ്പെടുത്തിട്ട് പുറത്തേക്ക് പോകേണ്ടി നോക്കുമ്പോൾ സൂര്യനുള്ളത് എൻ്റെ തലേൻ്റെ മേലെയുള്ളത്. ഞാൻ വേഗം അപ്പാട് ഉള്ളിലേക്ക് ഓടി വന്ന് പിന്നെ നോക്കുന്ന സമയത്ത് ഇവൻ എൻ്റെ ചെരുപ്പിൻ്റെ മുകളിൽ സമരം ചെയ്തിന് കടന്നിട്ട് ചെരുപ്പ് തരൂലെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഓനെടുത്ത് കുറച്ച് കളിപ്പിക്കെല്ലാം ചെയ്തിട്ട് പിന്നെ അന്നേരം എനിക്ക് ഓർമ്മ വന്ന ഇത് തുടച്ചിട്ടില്ലല്ലോ ടാബിള്. അപ്പോൾ ആ ടാബിളെല്ലാം തുടക്കേണ്ടിയിട്ട് പോയി. അപ്പോൾ ഇനി ആഫ്റ്റർ എൻ്റെ ക്ലീനിങ്ങിന് ശേഷമുള്ള വീഡിയോ നിങ്ങളൊന്ന് കണ്ടിട്ട് വാ.
അങ്ങനെ ക്ലീനിങ് പരിപാടി എല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ പിന്നെ വേഗം കുളിക്കേണ്ടിയിട്ട് പോയി. കുളിച്ചിട്ടെല്ലാം വന്നതിന് ശേഷം നല്ല അടിപൊളി ലഞ്ച് റെഡിയാക്കി വെച്ചിരിക്കുന്നു. നല്ല മോര് വരും, പിന്നെ നമ്മൾ രാവിലത്തെ മത്തിക്കറിയും പിന്നെ മീൻ പൊരിക്കുന്നതിന് പകരമായിട്ട് എന്തോ സംതിങ് എന്തോ സ്പെഷ്യൽ ആയിട്ട് ആക്കിയിട്ടുണ്ടേനു. പിന്നെ പപ്പടോ അതിലുണ്ടേനു. ആ മത്തീൻ്റെ ആ സംഭവം ഇല്ലേ, ആ സ്പെഷ്യൽ, അതൊരു രക്ഷയില്ലേനു ഗൈസ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ റെസിപ്പി എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇട്ട് തരാം. അതിൻ്റെ ആ മസാല മിക്സിൽ അതന്നെ ഒരു രക്ഷയില്ലാത്തത്. റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് ചെയ്യൂ, ഇടാം. അങ്ങനെ ലഞ്ചെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ പോകേണ്ടിയിട്ട് റെഡിയായി ഗൈസ്. അങ്ങനെ നമ്മൾ ഫൈനലി പോകേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെ പോകേണ്ടിയിട്ട് ഇറങ്ങി, നമ്മൾ എല്ലാവരും പുറത്തിറങ്ങി നിന്ന്. ഉമ്മ ഇതാ ഇവിടെ നല്ല അടിപൊളി ഒരു സുന്ദരിയായിട്ട് നിൽക്കുന്നുണ്ട്. എവിടെയാ പോകുന്നത്? ഞാൻ ഫോർട്ട് കൊച്ചി. അത് ശരി, ഓരോരുത്തർ ഓരോ സ്ഥലത്താണ് പോകുന്നത്. നീ എവിടെയാ പോകുന്നത്? എന്നാൽ ഞാൻ മറിയണ്ട. ഈ പ്രാവശ്യം നമ്മൾ ബൈക്കുമ്പോൾ പോകാമെന്ന് വിചാരിച്ചു. ഒരു വെറൈറ്റി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അവരുടെ ബൈക്കിലും ഞാൻ എൻ്റെ ബൈക്കിലുമായിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഞാനും ഇച്ചുമാണ് പോയത്, ഉമ്മയും ബാപ്പയായിട്ടാണ് പോയത്. അങ്ങനെ അവർ പെട്രോൾ അടിക്കേണ്ടിയിട്ട് പെട്രോൾ പമ്പ് കയറി. അങ്ങനെ ബൂസ്റ്ററിൽ കയറി ചായ കുടിക്കാൻ നോക്കുമ്പോഴത്തേക്ക് അവർ ഏതോ സ്ഥലത്തേക്ക് പോകുന്നത് നിങ്ങൾ ഈ കാണുന്നത്. ഞാൻ പിന്നെ ചായ നമ്മൾ കുടിച്ചിട്ടില്ല. പിന്നെ അതിന് ശേഷം നമ്മൾ നേരെ ജങ്കാറിൽ കയറേണ്ടിയിട്ട് അവിടുത്തെ ആ സ്പോട്ടിലേക്ക് പോയി. അവിടെ നല്ല അടിപൊളിയാണ് ജങ്കാറിൽ. അവർ ലേറ്റ് ആയിക്കാണ് വരാൻ. അപ്പോൾ അവർ വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ കുറേ സമയം അവിടെ നിന്നിട്ടുണ്ടായി. പിന്നെ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് നമ്മൾ അവിടുത്തെ കുറേ കാഴ്ചകൾ ഇങ്ങനെ കണ്ടുകൊണ്ട് നിന്ന് നല്ല രസമുണ്ടേനു. ഇങ്ങനെ ഓരോ ബോട്ടിങ് അല്ലെങ്കിൽ ഇങ്ങനെ പോകുന്നുണ്ടേനു, കുറേ ബോട്ടിങ് ഇങ്ങനെ പോകുന്നുണ്ടേനു. ഈ അവിടെ ഇങ്ങനെ ബോട്ടിങ്ങിൻ്റെ സമയമാണ് ഈ സമയമല്ല എന്ന് പറഞ്ഞാൽ. അപ്പോൾ കുറേ ബോട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ പോകുന്നുണ്ടായി. പിന്നെ ആ ഒരു സാധനം ഇല്ല, അതെന്നാന്ന് എനിക്ക് അറിഞ്ഞുകൂടില്ല. അപ്പോൾ എൻ്റെ അനിയൻ പറഞ്ഞ് മറ്റേ ഈ സമയമില്ലേ ലഗേജ് എല്ലാം കൊണ്ടുവന്ന് കപ്പലിലേക്ക് കയറ്റുന്ന ആ സംഭവം എന്ന് പറഞ്ഞ്. പിന്നെ ഫിഷിങ്ങിന് ബോട്ട് പോകുന്നുണ്ടായി. അങ്ങനെ ആദ്യത്തെ ഒരു ജങ്കാർ വന്ന് അതിലേക്ക് കുറേ വണ്ടി കയറിപ്പോയി. ഞമ്മക്ക് അതിൽ കയറാൻ പറ്റിയിട്ടില്ല, കാരണം അവർ വന്നിട്ടില്ലേനു, അത് അത്ര സമയത്ത് വന്നിട്ടില്ലേനു. പിന്നെ ഈ കാണുന്ന സംഭവമില്ല, ഇത് മറ്റേ വാട്ടർ മെട്രോ അല്ല, അതിൻ്റെ സംഭവമാണ്. അങ്ങനെ ബൈക്കെല്ലാം കയറി പോകുന്ന സീൻസാണ് നിങ്ങൾ കാണുന്നത്. ബൈക്ക് കാറിൽ അതിൽ കൊള്ളുന്നത്ര കയറിയതിന് ശേഷം അവർ ബൈ ബൈ പറഞ്ഞിട്ട് അവർ പോയി. പിന്നെ അടുത്തേൽ നമ്മൾ കയറി. അപ്പോഴത്തേക്ക് അവർ വന്നിട്ടുണ്ടായി. അങ്ങനെ കയറി നമ്മൾ സ്പോട്ടിലെത്തി, ഫോട്ടോ കൊച്ചിയിലേക്ക് എത്തി. പിന്നെ ഉമ്മ അവിടെ എത്തിയിട്ട് ആദ്യം തന്നെ പോയത് ഈ സെക്ഷനിലേക്കാണ്, ഈ ഡ്രസ്സിൻ്റെ സെക്ഷനിലേക്ക്. എന്നിട്ട് അവിടെ പോയിട്ട് കുറേ ഡ്രസ്സെല്ലാം എടുത്ത് നോക്കുന്നുണ്ട്. ഏതോ ഒരു ഡ്രസ്സ് കണ്ടിട്ട് കയറി പോയതാണ്. എന്നിട്ട് അതെടുത്ത് നോക്കി. അതെടുത്തിട്ട് പോകുന്ന സമയത്ത് ഉമ്മാക്കുള്ള സൈസൊന്നും ആടെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ആടെ നിന്ന് ഇറങ്ങി പിന്നെ നമ്മൾ. എന്നിട്ട് പിന്നെ നമ്മളിങ്ങനെ നടന്ന് പോയി. അവിടെ നടന്നിട്ട് പോകുമ്പോൾ നല്ല രസമാണ്, കുറേ സംഭവങ്ങൾ കാണാനുണ്ട്. ഇവരിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് സിനിമയിലൊരു ഡയലോഗ് പോകുന്നത്, അത് ഇങ്ങനെ ജസ്റ്റ് ഞങ്ങൾക്ക് പ്ലേ ചെയ്തിട്ട് കാണിച്ചു തരാം. നോക്കച്ച എന്തൊരു ചേർച്ച, ഒരമ്മ പെറ്റ ആളിയന്മാരാണെന്നേ പറയൂ. അങ്ങനെ നമ്മൾ നടന്നൊരു ചായ സ്പോട്ടിലെത്തി. നല്ല അടിപൊളി കട്ട്ലേറ്റും ചായ എല്ലാം കുടിച്ച് അവിടുന്ന്. പിന്നെ ഇവിടെ ഇപ്പോൾ ക്രിസ്മസിൻ്റെ സീസൺ ആയതുകൊണ്ട് തന്നെ ക്രിസ്മസിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളെല്ലാം നല്ലോണം ഉണ്ടായി. നല്ലോണം അടിപൊളിയായിട്ട് ഡെക്കറേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടായി ഓരോ സ്ഥലത്ത്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് നടന്ന സമയത്ത് ഉമ്മാക്ക് ഈ കമ്മലില്ല, കമ്മൽ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ക്രേസാണ്. അപ്പോൾ കമ്മൽ വാങ്ങി. പിന്നെ ഞാൻ അപ്പുറത്തുനിന്ന് ഒരു കടല വാങ്ങി. പിന്നെ കുറേ നമ്മളിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് തന്നെ കുറേ ആൾക്കാർ ഇങ്ങനെ പാട്ട് പാടുന്നുണ്ടായി അവിടെ. നല്ല രസമുണ്ട് എനിക്ക് കേൾക്കാൻ. ഒന്നോ 2-3 ആൾക്കാരെല്ലാം പാടുന്നുണ്ടായി പാട്ട്. എന്നിട്ട് അതെല്ലാം കുറച്ച് നേരം കേട്ടുനിന്ന് നമ്മളവിടെ അടിപൊളിയായിട്ട് ചില്ലായിട്ട് നിന്ന്. അപ്പോൾ അതിന് ശേഷം ആ ചില്ലാക്കുന്ന സമയത്ത് എൻ്റെ ബേക്കിലൊരു ഐസ്ക്രീം ഇല്ലേ, ഒരു ഐസ്ക്രീമിൻ്റെ വണ്ടി, അതിലേന് എൻ്റെ നോട്ടം എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ ആടുന്ന് നൈസായിട്ടൊരു ഐസ്ക്രീം പാസ്സാക്കി. ഉമ്മാനോട് മായി തരുമെന്ന് വെച്ചാൽ ഉമ്മാക്ക് മായി തന്ന്. അങ്ങനെ ഐസ്ക്രീം തിന്നുകൊണ്ട് അവിടെ നിന്ന്. എന്നിട്ട് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി നടന്നു പോകുന്ന സമയത്ത് കുറേ ആൾ പാട്ട് പാടുന്നുണ്ടായിരുന്നു. അതെല്ലാം കേട്ട് പിന്നെ നമ്മൾ ഈ ഉപ്പിലിട്ട സാധനം ഇല്ല, അത് തിന്നാൻ പോയി. അതെല്ലാം തിന്നതിന് ശേഷം എൻ്റെ എനിക്ക് മറ്റേ ഈ പൊട്ടൻ്റെ ഈ സംഭവം ഇല്ല, ഇത് വേണമെന്ന് പറഞ്ഞ് അങ്ങനെ അത് വാങ്ങി. പിന്നെ ഉമ്മയാണ് അതിൻ്റെ സൈഡിൽ നിന്ന് മറ്റേ ചുക്ക് കാപ്പിയില്ല, അത് കുടിക്കുന്നുണ്ടായി. ഉമ്മാൻ്റെ എക്സ്പ്രഷനുകൾ നോക്കിയിട്ട് അത് കുടിച്ചിട്ടുള്ളത്. അങ്ങനെ സ്ട്രീറ്റ് ഫുഡ് ഇടയെല്ലാം കഴിഞ്ഞ ശേഷം നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ഈ സംഭവത്തിനെ കണ്ടത്. ഇത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ ആൾ ഭീകരനാണെങ്കിലും സംഭവം ആൾ പാവ. അവരുടെ പെറ്റായതുകൊണ്ട് തന്നെ, ഒരു പെറ്റായതുകൊണ്ട് തന്നെ ഇത് ആൾ പാവാണ്. പക്ഷേങ്കിൽ എനിക്ക് പിന്നെ ഭയങ്കര ധൈര്യമായതുകൊണ്ട് ഞാൻ പിന്നെ അതിൻ്റെ അടുത്തേക്ക് പോയിട്ടില്ല. പിന്നെ ഉമ്മ നല്ല ധൈര്യമെല്ലാം വെച്ചിട്ട് തൊടുന്ന് പിന്നെ കുറേ 2-3 ഫോട്ടോ എല്ലാം എടുത്ത് കൊടുത്തിരിക്കുന്നു ഉമ്മാക്ക് ഞാൻ. പിന്നെ അതെല്ലാം കഴിഞ്ഞ് നടന്നുകൊണ്ട് നോക്കുമ്പോൾ ഈ ഒരു പില്ലർ ഉണ്ട്. ഇത് സംഭവം ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം തന്നെയാണ്. ഞാൻ അതിൻ്റെ ഹിസ്റ്ററി എല്ലാം വെറുതെ എടുത്ത് ഗൂഗിളിൽ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കി, അതെല്ലാം വായിച്ച് അവിടെ നിന്ന്. പിന്നെ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ബാക്ക് ടു പിന്നെ നമ്മൾ ജങ്കാറിലേക്ക് കയറിയിട്ട് നമ്മളെ വീട്ടിലേക്ക് പോയി. എന്നാൽ ശരിടാ, ഇതുപോലത്തെ അടിപൊളി വ്ളോഗായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. അപ്പം അതുവരെ എല്ലാവരോടും ബൈ. ആരും പിന്നെ ചാനൽ സബ്സ്ക്രൈബ് മറക്കണ്ട കേട്ടാ.